Global entrepreneur, if you want to be a lion, if you want to be a game changer, you have to free from distraction. My secret is deletion. Deletion is my secret. Delete the lady Picasso called her back. Oh my dear lady, please give me £1 million. £1 million the lady was really shocked. 2016 research പ്രകാരം ഒരു ആവറേജ് ആള് 110 തവണ സ്മാർട്ട് ഫോൺ ചെക്ക് ചെയ്യുന്നതാണ് ആവറേജ് കണക്ക്. Greenlives Coaching and Training Solution. നമ്മളൊരു ഗ്ലോബൽ ഓൺട്രപ്രണർ ആണെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട രണ്ടാമത്തെ ഏരിയയാണ് ഫ്രീഡം ഫ്രം ഡിസ്ട്രാക്ഷൻ. മൂന്നാമത്തതാണ് പേഴ്സണൽ മാസ്റ്ററി. നാലാമത്തതാണ് ഡേ ടേക്കിംഗ്. ഫ്രീഡം ഫ്രം ഡിസ്ട്രാക്ഷൻ എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ആക്ച്വലി സംസാരിക്കുന്നത്. ഫ്രീഡം ഫ്രം ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇന്ന് അഡിക്റ്റഡ് ആണ്. എന്തിനാ അഡിക്റ്റഡ് ആണ്? കഞ്ചാവിനെക്കാട്ടിലും നർക്കോട്ടിനെക്കാട്ടിലും വലിയ അഡിക്ഷനാണ് സ്മാർട്ട് ഫോൺ. വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് അഡിക്ഷൻ ഇൻ ദ വേൾഡ് നൗ. ഇറ്റ് ഈസ് നോട്ട് കൊക്കെയിൻ, ഇറ്റ് ഈസ് നോട്ട് നർക്കോട്ടിക്, ഇറ്റ് ഈസ് ആക്ച്വലി സ്മാർട്ട് ഫോൺ. An addiction to distraction is the death of your creative production എന്നാണ് പറയുന്നത്. An addiction to distraction is the death of your creative production. നമ്മൾ ക്രിയേറ്റീവ് പ്രൊഡക്ഷൻ്റെ മരണമാണെന്ത് ഈ നമ്മളെ അഡിക്ഷൻ ടു ഡിസ്ട്രാക്ഷൻ. ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് ആള് റിസർച്ച് പ്രകാരം, കുറേ മുമ്പത്തെ റിസർച്ചാണ്, 2016 റിസർച്ച് പ്രകാരം ഒരു ആവറേജ് ആള് 110 തവണ സ്മാർട്ട് ഫോൺ ചെക്ക് ചെയ്യുന്നതാണ് ആവറേജ് കണക്ക്. 110 തവണ നമ്മൾ സ്മാർട്ട് ഫോൺ ചെക്ക് ചെയ്യുന്നുണ്ട്. സ്മാർട്ട് ഫോൺ ചെക്ക് ചെയ്യാന്നാൽ നമ്മൾ സ്മാർട്ട് ഫോൺ ഓപ്പൺ ചെയ്യുന്നുണ്ട്. മേ ബി ഗൂഗിൾ നോക്കാനാവും, മെയിൽ ചെക്ക് ചെയ്യാനാവും, അല്ലെങ്കിൽ വാട്സപ്പ് നോക്കാനാവും, അല്ലെങ്കിൽ യൂട്യൂബ് നോക്കാനാവും. പക്ഷേ 110 തവണ ആവറേജ് ചെക്ക് ചെയ്യുന്നതിനാൽ 11 മിനിറ്റിൻ്റെ മുകളിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയില്ല. 11 മിനിറ്റാണ് മാക്സിമം ഫോക്കസ് ചെയ്യാൻ കഴിയുള്ളൂ. ശരിക്കും ഇന്ന് 11 മിനിറ്റും ഇല്ല. ഇന്നിപ്പോൾ യൂട്യൂബ് വീഡിയോസൊക്കെ 7 മിനിറ്റായി, 4 മിനിറ്റായി, 3 മിനിറ്റായി. കാരണം 3 മിനിറ്റ് കഴിയുമ്പോൾ ആൾക്ക് ക്ഷമയില്ല. New generation, so but focus is more valuable than your intelligence. If you want to be a global entrepreneur, if you want to be a history maker, if you want to be a game changer, you have to എന്ത് ചെയ്യണം? നമുക്ക് ഫോക്കസ് ഉണ്ടാവണം. കാരണം ഫോക്കസ് ഈസ് മോർ വാല്യുബിൾ ദാൻ യുവർ ഇൻ്റലിജൻസ്. ഞാനൊരു സ്റ്റോറി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ലോകം അറിയപ്പെടുന്ന ഒരു പെയിൻറ്ററാണ് പിക്കാസോ. പിക്കാസോ ഒരു ദിവസം, പിക്കാസോയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സ്കൂളിൽ പഠിക്കുന്ന മുതൽ നമ്മൾ പിക്കാസോ, മൈക്കൽ ആഞ്ചലോയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഒരു ദിവസം പിക്കാസോ പിന്നെ മാർക്കറ്റിലേക്ക് വന്നു. ആ മാർക്കറ്റിലേക്ക് വന്ന സമയത്ത് ഒരു ബ്യൂട്ടിഫുൾ ലേഡി വന്നിട്ട് പിക്കാസോയോട് ചോദിച്ചു. കാരണം ആദ്യത്തെ മാർക്കറ്റ് പ്ലേസിൽ പിക്കാസോയെ കാണാണ്. ഓ മൈ ഡിയർ പിക്കാസോ, ക്യാൻ യു പ്ലീസ് ഡ്രോ മീ എ പിക്ചർ ഫോർ മീ? എനിക്കൊരു ചിത്രം വരച്ചു തരാമോ? പിക്കാസോ പറഞ്ഞു, ഓഫ് കോഴ്സ്, വൈ നോട്ട്. അങ്ങനെ ഷീ ഗേവ് ദ പേപ്പർ ആൻഡ് പെൻസിൽ. അവൾ പേപ്പറും പെൻസിലും കൊടുത്തു. ആൻഡ് പിക്കാസോ സ്റ്റാർട്ടഡ് ഡ്രോയിങ് ദ പിക്ചർ. പിക്കാസോ ചിത്രം വരയ്ക്കാൻ തുടങ്ങി. ആൻഡ് within 30 seconds he could draw a beautiful picture. 30 സെക്കൻഡ് കൊണ്ട് പിക്കാസോ മനോഹരമായ ഒരു ചിത്രം വരച്ചു. അങ്ങനെ ചിത്രം വരച്ച് ദ ലേഡി വാസ് ഗോയിങ് ബാക്ക്. ദ ലേഡി തിരിച്ചു പോയിരുന്നു. തിരിച്ചു പോയപ്പോൾ പിക്കാസോ കോൾഡ് ഹെർ ബാക്ക്. ഓ മൈ ഡിയർ ലേഡി, പ്ലീസ് ഗീവ് മീ £1 million. £1 million തന്നിട്ട് പോകുമെന്ന് പറഞ്ഞു. The lady was really shocked. £1 million only for 30 seconds. You took only 30 seconds to draw this picture. So £1 million for this 30 seconds. What was Picasso's answers, my dear friends? Oh my dear lady, I took 30 years to draw that picture in 30 seconds. Oh my dear lady, I took 30 years to draw that picture in 30 years. So 30 years of focus, 30 years of commitment, 30 years of passion, 30 years of dedication, 30 years of focus made Picasso a world-class painter. So what's the message I would like to pass from the story? Focus is more valuable than your intelligence. നമ്മളെ ഫോക്കസ് ആണ് ഇൻ്റലിജൻസിനെക്കാട്ടിലും വാല്യുബിൾ. എനിക്ക് ഇൻ്റലിജൻസ് ഉണ്ടായിട്ടും കാര്യമില്ല. ഇഫ് യു ആർ നോട്ട് ഫോക്കസ്ഡ്, ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി വേസ്റ്റ്. എനിക്ക് ഇൻ്റലിജൻസ് ഉണ്ട്, ഭയങ്കര ബുദ്ധിമാനാണ്, പക്ഷെ നമ്മൾ ഫോക്കസ്ഡ് അല്ലെങ്കിൽ യു കനോട്ട് യൂസ് യുവർ ഇൻ്റലിജൻസ്. അപ്പോൾ ഗ്ലോബൽ ഓൺട്രപ്രണർ ആണെങ്കിൽ ഇഫ് യു വാണ്ട് ടു ബി എ ലയൺ, ഇഫ് യു വാണ്ട് ടു ബി എ ഗെയിം ചേഞ്ചർ, യു ഹാവ് ടു ഫ്രീ ഫ്രം ഡിസ്ട്രാക്ഷൻ. ഡിസ്ട്രാക്ഷൻസ് നിന്ന് ഫ്രീ ചെയ്യണം. നമ്മൾ മിനിമൈസ് ചെയ്യാൻ പഠിക്കണം, സിസ്റ്റമൈസ് ചെയ്യാൻ പഠിക്കണം. അതിൽ നിന്ന് എന്ത് ചെയ്യണം? ഡെലിഗേറ്റ് ചെയ്യാൻ പഠിക്കണം. അതിൽ നിന്ന് എന്ത് ചെയ്യണം? ഡിലീഷൻ പഠിക്കണം. മിനിമൈസേഷൻ, സിസ്റ്റമൈസേഷൻ, ഓട്ടോമേഷൻ, ഡെലിഗേഷൻ,
ആൻഡ് അബ്സല്യൂട്ട്ലി ഡിലീഷൻ. ഞങ്ങൾ സജീവനാരുടെ അടുത്ത് ലാസ്റ്റ് പോയ സമയത്ത് ജാഫർ മാഷ് സജീവനോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും പ്രൊഡക്റ്റീവ് ആകാൻ പറ്റും? ഹൗ ക്യാൻ യു ബി ദിസ് മച്ച് പ്രൊഡക്റ്റീവ്? നിങ്ങൾ ഓണ്ടർപ്രണർ ആണ്, നിങ്ങൾ പിന്നെ ഇതിൻ്റെ ചെയർമാൻ ആണ്, നിങ്ങൾ പുസ്തകം എഴുതുന്നുണ്ട്, നിങ്ങൾ വ്യൂ റൂട്ട്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ആ പുള്ളി പറഞ്ഞു, ഞാൻ അത്രമാത്രം ഒന്നും വായിക്കാറില്ല. മൈ സീക്രട്ട് ഈസ് ഡിലീഷൻ. ഡിലീഷൻ ഈസ് മൈ സീക്രട്ട്. എനിക്ക് വേണ്ടാത്തൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. സോ ഇഫ് യു വാണ്ട് ടു സിസ്റ്റമൈസ് യുവർ ബിസിനസ്, ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ഇഫ് യു വാണ്ട് ടു ഓട്ടോമേറ്റ് യുവർ ബിസിനസ്, ഇഫ് യു വാണ്ട് ടു സ്കെയിൽ യുവർ ബിസിനസ്, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഡിലീറ്റ് ഇറ്റ്. ഡിലീഷൻ, ദെൻ സിസ്റ്റമൈസേഷൻ, മിനിമൈസേഷൻ, ഓട്ടോമേഷൻ, ദെൻ ഡെലിഗേഷൻ. ഇങ്ങനെ 5-6 സ്റ്റെപ്പുകളുണ്ട്. അതായത് അതിൽ പറയുന്നത് ഇഫ് യു ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ടു ഡിലീറ്റ് ഇട്ട് എന്നാണ്. ഒന്നാമത്തെ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാൻ പഠിക്കണം എന്നുള്ളതാണ്. നമുക്ക് ആവശ്യമില്ലാത്തത് ഡിലീറ്റ് ചെയ്യാൻ പഠിക്കണം എന്നുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് കോച്ചസിൻ്റെ ഒരു വീഡിയോ എന്നുള്ളത് ഞാൻ കണ്ടു. അയാൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്കെയിൽ ചെയ്ത കോച്ച് അയാളാണ്. അയാളെ മൊബൈലിൽ ആകെ 4 ആപ്ലിക്കേഷൻ ഉള്ളതാണ് പറഞ്ഞത്. ഓൺലി 4 ആപ്ലിക്കേഷൻ. ബാക്കിയുള്ളൊക്കെ ആൾ എന്തുണ്ട്, ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. സോ ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് ടു ഡിലീറ്റ് ഇറ്റ്. ഇഫ് യു ക്യാൻ ഡിലീറ്റ് ഇറ്റ്, യു ഓട്ടോമേറ്റ് ഇറ്റ്. അത് അറ്റ്ലീസ്റ്റ് ഓട്ടോമേറ്റ് ചെയ്യാൻ നോക്കുക. ഇഫ് യു കാൻ ഓട്ടോമേറ്റ് ഇറ്റ്, അത് ഓട്ടോമേറ്റ് ചെയ്യാനും കഴിയാന്നുണ്ടെങ്കിൽ ദെൻ ഔട്ട്സോഴ്സ് ഇറ്റ്. ഇഫ് യു കാൻ ഔട്ട്സോഴ്സ് ഇറ്റ്, ദെൻ ഡെലിഗേറ്റ് ഇറ്റ്. ഇഫ് യു ക്യാൻ ഡെലിഗേറ്റ് ഇറ്റ്, ദെൻ ഡു ഇറ്റ് യുവർ സെൽഫ്. എന്നാൽ മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ദാറ്റ് ഈസ് ദ വേ ടു ബി എ ഗ്ലോബൽ ഓണ്ടർപ്രണർ. Green Lives Coaching and Training Solution.